അമേരിക്കയുമായി താരിഫ് ധാരണയിലെത്തി യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് 15% താരിഫായിരിക്കും അമേരിക്ക ചുമത്തുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷയുമായി നടന്ന ചർച്ചകളിലാണ് അന്തിമ താരിഫ് തീരുമാനമായത്. നേരത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് 30% താരിഫ് ഏർപ്പെടുത്താനായിരുന്നു അമേരിക്കയുടെ നീക്കം. So I think we should not forget where we would have been on the 1st of August. We would have been at 30%. And it would have been much more difficult to get down now to the 15%. 15% is certainly a challenge for some, but we should not forget it keeps us the access to the American market, and what we are also doing intensively is diversifying to other regions of the world. And this opens up new markets, potential new markets. Indonesia, for example, is huge. It's 250 million people. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ 30% താരിഫ് ചുമത്താമെന്ന തീരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ 15% താരിഫ് കുറച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? താരിഫ് 1-ാം തീയതി മുതൽ ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കുമെന്നായിരുന്നു നേരത്തെ യൂറോപ്യൻ യൂണിയനെ അന്ത്യശാസനമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. ഈ അന്ത്യശാസനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ സ്കോട്ട്ലാൻഡിൽ നടന്നത്. 2-3 ദിവസമായി സ്കോട്ട്ലാൻഡിൽ തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലയൻ നടത്തുകയായിരുന്നു. ഈ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ 15% നികുതി കുറയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ അധിക താരിഫ് കുറയ്ക്കുന്നതിനുള്ള ഒരു തീരുമാനമുണ്ടായത്. നമ്മൾ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടതുപോലെ ഏറെ പണിപ്പെട്ട് തന്നെയാണ് ഈ തീരുമാനത്തിലെത്തിയത്. അത് ഒരു വെല്ലുവിളി തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതികരണവും. അത് ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഉയർത്തിവിടുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് വൻതോതിൽ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്ന് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് എണ്ണ ഇറക്കുമതി 2028 ജനുവരിയോടുകൂടി, അതായത് 2028 ജനുവരി 1-ാം തീയതിയോടുകൂടി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അല്ലെങ്കിൽ എണ്ണയും പ്രകൃതിവാതക ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, ഭാരതം ഉൾപ്പെടെ എണ്ണ വാങ്ങി പലയിടങ്ങളിലേക്കും വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി ഒഴിവാക്കുക എന്നൊരു തീരുമാനവും ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഈ വിഷയങ്ങളെല്ലാം തന്നെ റഷ്യ യുക്രൈൻ തർക്കങ്ങളെല്ലാം തന്നെ സ്വാധീനിക്കപ്പെട്ട ഒരു തീരുമാനമാണ് ഇത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ആ വലിയ താരിഫിൽ നിന്ന് 30% അധിക താരിഫ് 27ഓളം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചുമത്തിയത് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്ക് ചുമത്തിയത് 15% ചുരുക്കിയിരിക്കുന്നു. മാത്രമല്ല, വിശാലമായ മാർക്കറ്റ് ആക്സസ് അതുകൊണ്ട് സാധ്യമാകും, അല്ലെങ്കിൽ അമേരിക്കയുടെ മാർക്കറ്റിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു അവസ്ഥ കൂടി തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയും യൂറോപ്യൻ യൂണിയൻ പങ്കുവയ്ക്കുന്നുണ്ട്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.